എളുപ്പം പോ, കാപ്പി കൊണ്ടോ കൊടുക്കാൻ. നമ്മുടെ സുഹൃത്ത് കുറച്ച് ആളുകളെ അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ കൂടെ കൂട്ടി വന്നിട്ടുണ്ട്. നമ്മൾ കൊണ്ടുവന്ന ആ വാഴവിത്തെല്ലാം ഇന്നൊന്ന് കുഴിച്ചു വെച്ച് തീർക്കണം. അപ്പോൾ അവർ താഴെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് അവിടം വരെ പോയിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വരാം. ഓ ഇതിലേ ഇറങ്ങാം. അതിലേ ഇറങ്ങാൻ പാടാടാ, ഇതിലേ ഇറങ്ങാം നമുക്ക്. വെള്ളം നിറച്ചിട്ടിട്ടുണ്ട്. ടാങ്കിൽ വെള്ളം നിറച്ചിട്ടിട്ടുണ്ട്. തുമ്പിയത്ത് കിടക്കുന്നുണ്ടോ? വേനൽക്കായിരുന്നെങ്കിൽ പ്രയോജനം ഉണ്ടായിരുന്നു. അങ്ങോട്ട് കൊണ്ടുവരണോ? ആ ഒരു കൈ പിടിച്ചോ. ഉടഞ്ചു വെച്ച് வலிக்குதாமா? யாரு புதுசா யாரு கொச்சி புதுசா കൂട്ടുകാരൻ അവർ കാപ്പി കുടിക്കട്ടെ. അപ്പോഴത്തേനും നമുക്ക് താഴെ പോയി വാഴ വെച്ച് കുഴിച്ചു വെച്ചതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. നമ്മളിവിടെ കഴിഞ്ഞ വർഷം ഒത്തിരി ബീൻസ് നട്ടായിരുന്നു. ആ നട്ട ബീൻസ് എല്ലാം മുയൽ വന്ന് മുഴുവൻ തിന്ന് തീർത്ത്. കാട് സൈഡായതുകൊണ്ട് മുയൽ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ അതെല്ലാം മൊത്തം തീർന്നു പോയി. ഇപ്പം പടുതാക്കുളത്തിൽ വെള്ളം ഉണ്ടോ നോക്കിയിട്ട് പോവാം. ഇവിടെ എല്ലാം അപ്പടി കാടല്ലേ, ഇതെല്ലാം പറിക്കണം, പള്ള പറിക്കണം. ഓ എന്നാ നാളായി അതിന് പള്ള പറിച്ചിട്ട് ഇപ്പോൾ കണ്ടില്ല കിടക്കുന്നത്. മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് കാട് കിടക്കും. ഇതൊരു പുളിയാന്ന് തോന്നുന്നില്ലേ വെച്ചേ? ആണോ? പുളിയാന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. വെള്ളം ഉണ്ടോ അവിടെ? ഇല്ലല്ലോ, പടുതാ കീറിയതാ. ഇനി ഒട്ടിക്കണമെന്ന്. ഇതേണ്ട നമ്മൾ കഴിഞ്ഞ ദിവസം കറി വെച്ച ചുണ്ടങ്ങ ഇതിൽ ഒത്തിരി ഉണ്ട്. ഉണ്ടോ അതേലും പിടി? പിഞ്ചുണ്ട്. നമുക്ക് പറിച്ചെടുത്താലോ? കുറച്ച് പറിക്കായിരുന്നല്ലേ? നല്ലതായിരുന്നു കഴിഞ്ഞ ദിവസം കറി വെച്ചിട്ട്. ഇതേലും പിടിക്കായുണ്ട്. ഇന്നാളെ നമ്മൾ പറിച്ചത് നിറച്ച് മുള്ളായിരുന്നു. നീല അത് കൊള്ളുകയല്ലാത്തതാണ്. ഈ വെള്ളപ്പൂവുള്ളതാണ് നല്ലത് കറി വെക്കാൻ. ഇതേ കുറേ ഉണ്ട്. ഇതിനും മുള്ളുണ്ട്. കൂണ് നിൽക്കുന്നു. ഇത് കണ്ടോ? ഇതാണ് കറി വെക്കുന്ന പാവക്കൂണെന്ന് പറയുന്നത്, അല്ലേ മുഴക്കൂണ്. ഒരെണ്ണേ ഉള്ളല്ലേ? ഒരെണ്ണേ ഉള്ളു, ചിലപ്പോൾ ഇനിയും കാണും. വാഴവിത്ത് ഒരു 3/4 ഭാഗം നട്ടല്ലേ? ഇനിയും ബാക്കിയും കൂടെ ഉള്ളു. നമുക്ക് താഴെ നിന്ന് ഇറങ്ങിപ്പോയി നട്ടടുത്ത് പോയി നോക്കിയിട്ട് വരാം. ബാക്കി ഇതും കൂടെ നമുക്കൂടെ കൂടി അങ്ങ് നടാം. ബാ കുഞ്ഞു ബാ. ഇത് കണ്ടോടാ കപ്പ, വലിയ കപ്പയല്ലേ, മരം പോലെ നിൽക്കുന്നേ. പക്ഷെ ഇതിന്റെ കമലിന് വെക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിന്റെ അടി കപ്പക്കിഴങ്ങ് ഉണ്ടെന്നാ അവര് പറയുന്നേ.
ഞാനിത് മാന്തിയൊന്നും നോക്കിയിട്ടില്ല. നമ്മുടെ എവിടെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് തണലിനാണ് വെച്ചോണ്ടിരുന്നത്. പക്ഷെ ഇത് മാന്തി എടുക്കണമെങ്കിൽ ഭയങ്കര ആ ചെമ്പരത്തി കണ്ടോടെ എന്തോ വലുതാന്ന്. ഏതാ? അതൊക്കെ നിൽക്കുന്നു. ഇതൊന്നും വെട്ടാറില്ലെന്ന് തോന്നുന്നു. ചക്ക കിടപ്പുണ്ട് കേട്ടോ. കരിക്കാണോ കൂടിയാണോ? പതിയെ ഇറങ്ങണം കേട്ടോ, തെന്നുന്നടവാ. നീ തെന്നിയോ? എവിടെയാ വെച്ചേ? ഇത് കണ്ടോ, അപ്പുറത്തെ പറമ്പില മാവ്. ഇവിടെ കുറേയൊക്കെ ഏലം ഉണ്ടല്ലേ വെച്ചേ? ഇവിടെ ഉണ്ട്. എൻ്റെ മോൻ്റെ തല. അയ്യോ, അപ്പുറത്ത് കണ്ടോ, 2 മാങ്ങ കിട്ടി. അയ്യോ, നല്ല നാരകമായിരുന്നല്ലോടാ, കറിനാരകമായിരുന്നു. അത് പെടന്നു പോയല്ലോ കാറ്റത്ത്. എന്തോ കായൊന്നും ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് നല്ല കാറ്റുപിടുത്തമായിരുന്നു തോന്നുന്നു. മഴ പെയ്തപ്പോൾ കുരുമുളക് ചെടിയെല്ലാം തളുത്ത് ചരടൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മുകളിൽ കയറി പോവാം. അവർ കഴിച്ചു കഴിഞ്ഞെന്നൊക്കെ നോക്കാം. നേണ്ടൊരു പൂച്ച വന്നാ. നമ്മുടെ പൂച്ച അവിടുത്തെ പൂച്ചയാണോടാ അത്? നമ്മളെ തേടി വന്നാണോ? നോക്കട്ടെ, ചീനിയെ മുളകൊണ്ടോ ഒന്നും കൂടെ നോക്കാം. നമ്മുടെ പൂച്ച തന്നെയാ, നമ്മുടെ പുറകെ വന്നായിരിക്കും. എന്നാ പോ, മുളക് കൂടെ പറയുന്നുണ്ടോന്ന് നോക്കാം. ഇതിലെല്ലാം വാഴ നട്ടിട്ടുണ്ട്. ഇനിയിപ്പം മേളിഭാഗം മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു കാന്താരി ഉണ്ട്, നമുക്കതല്ലേ മുളകുണ്ടോ ഒന്നും കൂടെ നോക്കിയേച്ച് പോവാം. അത് മഴയില്ലാഞ്ഞപ്പോൾ പോയതായിരുന്നു, ഇപ്പോൾ അതെല്ലാം കിളുത്ത്. കുറേ മുളകുണ്ട് കേട്ടോ. കുറേ മുളകുണ്ടല്ലോ, പറിക്കാം. ഇഷ്ടം പോലെ മുളകുണ്ട്, പറിച്ചാലോ? മൂത്തു ഉണ്ടോ? കാന്താരി ചക്കയ്ക്കരയ്ക്കാൻ ഏറ്റവും നല്ലത്. കാന്താരിയാണ് ഏറ്റവും രുചിയുള്ള മുളകും. ഇന്നത്തെ പറിക്കും. അച്ചമ്മച്ചി ഇട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ പോക്കറ്റിലോട്ടിടാം ഷർട്ടിൻ്റെ. നല്ല മഴ വരുന്നു. മഴയ്ക്ക് മുമ്പേ പറിച്ച് തീർന്നു കയറിപ്പോവോ? അവർ നടാൻ തുടങ്ങി, നമുക്കത് പോയി നോക്കാം. ഇട്ടാ നിൽക്കുന്നു കേട്ടോ, നനയാതെ. നമ്മൾ തുളുമഴയും നനഞ്ഞു നിൽക്കും. போட்டுக்கு അണ്ണനെന്തി അണ്ണൻ അണ്ണൻ കിടന്ന് കാട് പെറുക്കിയ അവർ വാഴ വയ്ക്കും. നമുക്കും താഴോട്ട് പോയി വാഴ വെക്കാം.
ഇനി എത്ര എണ്ണം കൂടെ കാണും? ഇനി 10-200 കൂടെയും ഉണ്ടെന്ന് തോന്നുന്നു. ഇത് കണ്ടോടാ, കാറ്റ് ചുവട് ഇളക്കി വെച്ച് നോക്കി. അത്രയ്ക്കും കാറ്റാണ് ഇവിടെ. നോക്കട്ടെ. ഞാൻ പെട്ടെന്ന് മിച്ചം ഓടുമ്പോൾ രണ്ട് പെരിയ പെരിയ കണ്ടെന്നാളാ மூடி விட்டு முடிச்சுட்டு வாங்க. இதில் மூடி அமௌண்ட் அப்படியே மூஞ்சி காமிச்சிடும். அமௌண்ட் அந்த செல்லுல ஒழுங்கா வாயில சொல்லிட்டு வா. நீ பேசுற ஃபாரஸ்ட் டிவியில் வருவா. அமௌண்ட்டு டிவியில் வருவா. ஆமாம், டிவியில் வருவா. சொல்ல மூஞ்சி காமிச்சுனா கன்ஃபார்மா അതെ, മൂഞ്ചിയൊക്കെ കാണിച്ചാൽ മതി. അമൗണ്ട് എന്താ ഒരു പുളിയെ പോടും. കുളിപെട്ട് പിന്നെ തൂമ്പായ ഉള്ളതാ. ഒരു തൂമ്പ പോയില്ലേ. தண்ணி மாற்றி நான் போடாத കാറ്റ് കാരണം മലയൊന്നും കെട്ടിയത് നിൽക്കുന്നില്ല, കയറി പോകും. അത് കാരണം എല്ലാം അടിച്ചെടുക്കുക. ഏലം വെച്ചപ്പോഴത്തേനും തണലിന് കെട്ടിയതായിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പോൾ ഏലവും പോയി. അതുകൊണ്ട് മലയെല്ലാം കൂടെ ഇങ്ങെടുത്ത് മുടക്കി വെക്കാം. വേലിക്ക് നാട്ടാനുള്ളതാണ്. ഇതെല്ലാം അങ്ങോട്ട് കൊണ്ടുപോകാം. മേടെ വേലി
മഴ പെയ്തുകൊണ്ട് കാട് മുറിക്കാൻ നല്ല എളുപ്പമാണ്. ഇങ്ങനെ തപ്പി ഇങ്ങ് പോരും പെട്ടെന്ന്. ഇനി നമുക്ക് വാഴയൊക്കെ വെച്ചേതായാലും തീരാറായിട്ടുണ്ട്. നമുക്കെന്നാൽ കയറിപ്പോകാം. അവർക്ക് ഇച്ചിരി കടുങ്കാപ്പിയൊക്കെ ആയിട്ട് തിരിച്ചു വരാം.